അഭിമന്യ കുടുംബത്തിന് വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, വന്യ വൈദികരെ, റവറൻഡ് സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വോയിസ് ഓൺ ദി കമ്മ്യൂണിറ്റി, വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. വളരെയേറെ ചിന്തകൾക്കും പരിശ്രമങ്ങൾക്കും ശേഷം ഇന്ന് ഗ്രിഗോറിയൻ ഡയാലിസിസ് സെൻറ്റർ ഉദ്ഘാടനപ്പെടുകയാണ്. വളരെയേറെ ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. വളരെ വ്യക്തികൾ ഇതിനുവേണ്ടി പരിശ്രമിച്ച്, അതുപോലെ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദേശത്തു നിന്നുമൊക്കെ ഉള്ള സാമ്പത്തിക സഹായവും ഒക്കെ ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഡയാലിസിസ് സെൻറ്റർ ഇന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. തിരുമേനി അതിനെപ്പറ്റി കൂടുതൽ വിവരിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ശാഖ ഇവിടെ ആരംഭിച്ചാൽ ഈ നാട്ടുകാർക്ക്, സാധാരണ അസുഖങ്ങൾ വരുന്നവർക്ക് അത് ഗുണകരമായിരിക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജുമായിട്ട് സഹകരിച്ച് ഇവിടെ ഇതാരംഭിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഈ ഡയാലിസിസ് സെൻറ്ററിന് ഒരു ഇംപീറ്റസ് കൂടി ആയിരിക്കും. കാരണം ഡോക്ടർമാരുടെ സേവനം ഡയാലിസിസ് നടത്തുന്ന സമയത്ത് കിട്ടുക എന്നുള്ളത് വളരെ കാര്യമുള്ള ഒന്നാണ്. ഈ ഡയാലിസിസ് സെൻറ്റർ നമ്മൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇത് ഏറ്റവും ഉന്നത നിലവാരമുള്ള ഒരെണ്ണമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ആയിരിക്കും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ആവശ്യമുള്ള രോഗികളെ അവർക്ക് പ്രാഥമികമായിട്ട് അവരെ നോക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കോലഞ്ചേരി ആശുപത്രിയിൽ ചെയ്തതിന് ശേഷം ആയിരിക്കും ഇങ്ങോട്ട് ആദ്യഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഓരോ രോഗികളും ഇവിടെ വരുന്നവർ അവർ കോലഞ്ചേരിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റും അതുപോലെ തന്നെ അവർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുടെ വിലയിരുത്തലും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ 2 ഡയാലിസിസ് മെഷീൻ വെച്ച് ആരംഭിക്കുന്ന ഇത് കാലക്രമത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് ഒരു 7 മെഷീൻ വരെ ഇവിടെ വെച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ഗുണമാകുന്നത് ഈ നാട്ടുകാർക്കാണ്. ഏതൊരു പ്രസ്ഥാനവും നമ്മൾ ആരംഭിക്കുമ്പോൾ ആ നാട്ടുകാർ അതിൽ എത്രമാത്രം സഹകരിക്കുന്നു, എത്രമാത്രം അതിൽ ഭാഗവാക്കാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ സ്ഥാപനത്തിൻ്റെ വിജയം. കോലഞ്ചേരിയിൽ ആശുപത്രി തുടങ്ങിയപ്പോൾ ആ നാട്ടിലെ വ്യക്തികളെല്ലാം അവർക്ക് കഴിയാവുന്ന രീതിയിൽ ആ സ്ഥാപനത്തോട് സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ സ്ഥാപനം വളർന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനമായിട്ട് ഇവിടെ ആരംഭിക്കുന്ന ഈ ഗ്രിഗോറിയൻ ഡയാലിസിസ് സെൻറ്റർ ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി തീർച്ചയായിട്ടും ഇത് വളർന്ന് പന്തലിക്കും എന്നുള്ളതിന് സംശയമില്ല. ഔപചാരികമായിട്ട് നമ്മൾ ഉടനെ തന്നെ കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ കീഴിലുള്ള സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നുവെങ്കിലും അതിൻ്റെ
ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കാര്യം ഈ നാട്ടുകാർ ഏത് രീതിയിൽ ഈ സ്ഥാപനവുമായിട്ട് താതാത്മ്യപ്പെടുന്നു എന്നുള്ളതിനെയാണ്. ഇത് നമുക്ക് പലരും ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെങ്കിലും ഇത് ഈ നാട്ടുകാരുടെ സ്ഥാപനമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ നാട്ടുകാർക്കായിരിക്കും. ഈ നാട്ടുകാർ തീർച്ചയായിട്ടും ഇതിന് വേണ്ടത്ര സഹകരണവും സഹായവും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.